കുടുംബത്തിന്റെ കടബാധ്യത അറിഞ്ഞിരുന്നില്ല എന്ന വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മകനെ അറിയിച്ചിരുന്നില്ല എന്ന് അബ്ദുൾ റഹീം പോലീസിന് മൊഴി നൽകി. അതേസമയം കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റുവെന്നാണ് ചികിത്സയിലുള്ള മാതാവ് ഷെമി മജിസ്ട്രേറ്റിന് നൽകിയ മൊഴി. കൂട്ടക്കൊലയ്ക്ക് കാരണം സാമ്പത്തിക ബാധ്യതയാണെന്നാണ് പ്രതിയുടെ മൊഴി. 65 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ടെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ കുടുംബത്തിന് അത്രയേറെ കടബാധ്യതയില്ലെന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം. തീർക്കാവുന്ന കടമേ കുടുംബത്തിനുണ്ടായിരുന്നുള്ളൂ. ഒരാഴ്ച മുൻപും അഫാനുമായി സംസാരിച്ചു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് കണ്ടെത്തട്ടെ എന്നും അബ്ദുൾ റഹീം. സാമ്പത്തിക പ്രശ്നമായിട്ടൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമുള്ള കുടുംബമല്ലായിരുന്നു ഞങ്ങളത്. സാമ്പത്തിക പ്രശ്നം വലിയ പ്രശ്നമല്ല. പിന്നെന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അറിയത്തില്ല. അതിനിപ്പം പോലീസിന്റെ നിയമവശം അവർ തെളിയിക്കാനുള്ളതാണ്. എനിക്കറിയത്തില്ല ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും. പാങ്ങോടും വെഞ്ഞാറമൂടും പോലീസ് സ്റ്റേഷനുകളിൽ അബ്ദുൾ റഹീം മൊഴി നൽകി. ബാങ്ക് വായ്പയും മറ്റ് കടങ്ങളും ഉൾപ്പെടെ 15 ലക്ഷത്തിന്റെ ബാധ്യതയുണ്ട്. ഇഖാമ പുതുക്കാൻ കഴിയാതെ വർഷങ്ങളായി വിദേശത്ത് അകപ്പെട്ട അബ്ദുൾ റഹീമിന് ഫർസാനയും അഫാനുമായുള്ള ബന്ധം അറിയാമായിരുന്നു. അഫാൻ പണയം വെച്ച ഫർസാനയുടെ സ്വർണം എടുത്തു നൽകാൻ അടുത്തിടെ 60,000 രൂപ അയച്ചെന്നും തനിക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് മകനെ അറിയിച്ചിട്ടില്ലെന്നും റഹീം മൊഴി നൽകി. അഫാന്റെ മാതാവ് ഷെമിയും മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകി. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതെന്നാണ് മൊഴി. കുടുംബത്തിന് ഇത്രയേറെ ബാധ്യത ഉണ്ടായത് എങ്ങനെയെന്ന് പോലീസും പരിശോധിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം.